Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് വളരെ സങ്കടമുള്ളൊരു കാര്യം പറയാനാണ്. യൂട്യൂബിൽ നിന്ന് എൻ്റെ മോൾക്ക് കോപ്പിറൈറ്റ് കിട്ടി, കോപ്പിറൈറ്റ് ക്ലെയിം. അപ്പോൾ അത് എന്താണ് ഏതാ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് ഷെയർ ചെയ്യുക. കാരണം അവർക്ക് ഈ ഒരു അബദ്ധം പറ്റരുത്, എൻ്റെ മോൾക്ക് പറ്റിയ പോലെ. അപ്പോൾ നമുക്കത് എന്താണെന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് നിങ്ങൾക്കറിയാം, എൻ്റെ മോൾക്ക് ഒരു ചാനലുണ്ട്. ആദ്യം ശ്രിയാസ് വ്ളോഗ് ആയിരുന്നു, അതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ ശ്രിയ അജയ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, അവൾ ബി ടി എസിൻ്റെ കട്ട ഫാൻ, ബി ടി എസിൻ്റെ കട്ട ആർമിയാണ്. കട്ട ആർമി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആർമി തന്നെയാണ്. അതിൽ ജെകെനെയാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം ഇവള് ഒരു ഫാൻ ഫിക്ഷൻ സ്റ്റോറി ചെയ്യുന്നുണ്ട്. അവളും അമ്മയും കൂടിയാണ് അത് ചെയ്യുന്നത്. ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഒരു ഫാൻ ഫിക്ഷൻ മീൻസ് ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. ആ സ്റ്റോറീൻ്റെ പേരാണ് വി ആർ സോൾമേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവളുടെ ചാനലിലൊന്ന് പോയി കാണാം. ആ ചാനലിലെ ലിങ്കും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നില്ല, പകരം ആ ചാനലിലെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ശ്രിയ അജയ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വി ആർ സോൾമേറ്റ്സ് എന്നുള്ള കഥ എഴുതി ഫോട്ടോസ് ഇട്ട് അതിനൊന്നും കോപ്പിറൈറ്റ് കിട്ടില്ല. പക്ഷേ നമ്മുടെ ദുൽഖറിൻ്റെ ഹിന്ദി സോങ് ഉണ്ടല്ലോ, എന്താ കിരിയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള, അപ്പം ഇവള് അത് ഇട്ട് അപ്ലോഡ് ചെയ്യലും ഓൺ ദ സ്പോട്ട് കിട്ടി. 15 സെക്കൻഡേ ഇട്ടുള്ളൂ. സാധാരണ 15 സെക്കൻഡ് എന്ന് പറയുമ്പം നമുക്ക് അത് ഫെയർ യൂസർ പോളിസിയിൽ വരേണ്ടതാണ്. പക്ഷേ ഈ കഥയായിട്ടും ഈ സോങ് ബന്ധമില്ലാത്തതുകൊണ്ട് അവർ തന്നു. അതായത് ദുൽഖറും, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണാം, നമുക്ക് ഈ വീഡിയോയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ആ ടീം എന്ത് ചെയ്തു, കോപ്പിറൈറ്റ് തന്നു. ഓട്ടോമാറ്റിക്കലി കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടി. അതായത് ഇവർക്ക് മോണിറ്റൈസ് ചെയ്തിട്ടില്ലെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ ആ പാട്ടിൻ്റെ ഭാഗം പ്ലേ ചെയ്യുമ്പോൾ ആഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവർക്ക് അത് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഒരു പ്രത്യേകിച്ച് കാണാൻ യൂട്യൂബേഴ്സ് ഇതേപോലെ തന്നെ റീൽസിലല്ല, മെയിൻ വീഡിയോയിൽ, നമ്മുടെ വീഡിയോയിൽ എന്ത് ചെയ്യാണ്, വേറെ ഒരാളുടെ കണ്ടന്റ് ഇടാൻ പറ്റില്ല. സോങ് ഇടാൻ പാടില്ല, കോപ്പിറൈറ്റഡ് വിത്ത് ലോഗോസ് ഉള്ള ഫോട്ടോസ് ഇടാൻ പാടില്ല, അതേപോലെ തന്നെ വീഡിയോ ക്ലിപ്സ് ഇടരുത്. ചിലപ്പം ഇതേപോലെ ക്ലെയിം കിട്ടും. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഡയറക്റ്റ് സ്ട്രൈക്ക് അങ്ങ് തരും. അങ്ങനെ സ്ട്രൈക്ക് കിട്ടിയാൽ അത് ചാനലിനെ ബാധിക്കും, റീച്ചിനെ ബാധിക്കും, ചാനലെ ടെർമിനേറ്റ് ആയി പോകും. അപ്പോൾ കോപ്പിറൈറ്റ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മറ്റൊരു വീഡിയോ കണ്ടവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.